പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജങ്ക് ഫുഡ് അവളുടെ വീക്ക്നെസ് ആണ്. കേക്ക്, പിസ്സ, ബർഗർ ഇതൊന്നും കൊടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് അവൾ ഫോൺ വഴി അത് ഓർഡർ ചെയ്ത് വരുത്തും. അതൊരു കാരണവശാലും സമ്മതിക്കരുത്. വർത്താനം പറഞ്ഞ നേരങ്ങളുണ്ടോ? ഇപ്പൊ തന്നെ വൈകി. അപ്പം ശരി, താമസിക്കാനുള്ള മുറി ചേച്ചി കാണിച്ചു തരും. മോൾ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞോളൂ. ആകാശം വാ. ഇതാണ് ആകാശിന്റെ മുറി. ആകാശിന് കാപ്പിയോ ചായ വല്ലതും വേണം? ആകാശ ചായ. ഉഗ്രം വീടാണല്ലോ. റേച്ചലിന്റെ അപ്പാപ്പനുണ്ടാക്കിയ വീടാ. ഭാഗം വെച്ചപ്പോൾ അത് റേച്ചലിന് കിട്ടി. കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ടാണോ ആകാശിന് ഇറങ്ങിയേ? അയ്യോ ഇല്ല, ഗോപാൽജി പറഞ്ഞ എല്ലാം ഇവിടെ കിട്ടുമെന്ന്. എന്നാ പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ആ ടീനമോൾ എഴുന്നേറ്റ പിന്നെ ഒന്നും നടക്കത്തില്ല. തൊട്ടതിനെ പിടിച്ചും ഒക്കെ അങ്ങ് ദേഷ്യവാ. പുട്ട് വേണോ ഇടിയപ്പം വേണോ? പുട്ട് ബെസ്റ്റാ. പുട്ടാ അല്ലേ? മുട്ടക്കറി ഉണ്ടാക്കാം. ആരെയും വിളിക്കാതോ? താനേതാ? പെൺകുട്ടിയായിരുന്നു. ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തേനെ. മുൻവശത്ത് ഗേറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇതിലൂടെ വരുന്നത്? ഇവിടുത്തെ ടീനമോളെ കാണാൻ വന്നതാ. അതിന് മതിലടി പറഞ്ഞു. താനാരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഓ, എന്നെ കാണാതെയാണോ പ്രശ്നം? താനൊന്നും ഒച്ച വെക്കാതിരിക്കേ. ആ സെക്യൂരിറ്റി കണ്ട പിന്നെ അത് മതി. ഓ, സെക്യൂരിറ്റിക്കാരൻ കണ്ടാ കുഴപ്പമുണ്ടെങ്കിൽ ആകെപ്പാടെന്തോ കുഴപ്പമുണ്ടല്ലോ. ടീനമോളെ വിളിച്ചിട്ടാ ഞാൻ വന്നത്. പിന്നെ എന്തുകൊണ്ട് നേരായ വഴി കൂടെ വന്നുകൂടാ? കാര്യം ഞാൻ പറയാം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അല്ല സത്യത്തിൽ നിങ്ങളാരാ? ഞാൻ ടീനമോളെ നോക്കാൻ വന്ന PR ആകാശ്. ഓ, പുതിയ നേഴ്സ്. അങ്ങനെയും പറയാം. ടീനമോൾക്ക് ബർഗർ ഭയങ്കര ഇഷ്ടാ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാ. ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും. മനസ്സിലായി? നടക്കില്ല. ഒരു പേഷ്യന്റ് ആരോഗ്യ പരിപാലനത്തിന് വന്ന ആളാണ് ഞാൻ. ഇജാതി വൃത്തിയുടെ ഫുഡ് എന്റെ പേഷ്യൻസിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ്. കഷ്ടപ്പെട്ട് വന്നു പോയില്ലേ? ഇതൊന്ന് കൊടുത്തോട്ടെ, ഇനി ഞാൻ വരില്ല. സെക്യൂരിറ്റി, സെക്യൂരിറ്റി, പോളിച്ചേച്ചി, പോളിച്ചി. എടാ ദ്രോഹി. സെക്യൂരിറ്റി, പോളിച്ചേച്ചി, സെക്യൂരിറ്റി, കള്ളി, കള്ളി. സെക്യൂരിറ്റി, പോളിച്ചേച്ചി. മിസ്റ്റർ ആകാശ് അല്ലേ? യാ, PR ആകാശ്. മമ്മി പറഞ്ഞിരുന്നു. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. രാത്രി മുഴുവൻ യൂട്യൂബിൽ നിന്ന് കണ്ടു കാണുമല്ലേ? സിനിമയായിരുന്നു? ഏയ് അങ്ങനെയൊന്നുമില്ല. ഉറക്കം വരുന്നവരെ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും. മോസ്റ്റ്ലി നെറ്റ്ഫ്ലിക്സ്. നല്ല സിനിമയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ രാത്രി എന്ന് പറയുന്നത് ഉറങ്ങാനുള്ളതാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം. ഉറക്കമാണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന്. ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ, ടീനമോളുടെ ഉറക്കം, ഭക്ഷണം, ഇതിനൊക്കെ നമുക്കൊരു ചിട്ട വരുന്നത്. സത്യം എനിക്കത് തോന്നാറുണ്ട്. പക്ഷേ സെൻസിബിളായ ആരെങ്കിലും വേണ്ട ഇതൊന്ന് പറഞ്ഞുതരാൻ. യാ ബാക്ക് ഇൻ 2014 ഞാൻ ബോംബെ ലീലാവതി ഹോസ്പിറ്റലായിരുന്നപ്പോൾ അവിടെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഓ, ലീലാവതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? സോറി, അത് ഞാൻ പറയാൻ മറന്നു. ആദ്യം ഞാൻ ഡൽഹി എയിംസിലായിരുന്നു. അവിടെ നിന്നാണ് എന്നെ ചെന്നൈ അപ്പോളോയിലേക്ക് വിളിപ്പിച്ചത്. അപ്പോഴേക്കും മാസ്റ്റർ മെഡിസിറ്റി എന്നെ ഭരിച്ചു. പിന്നെ മണ്ടാനം മെഡിക്കൽ കോളേജ്, ചെർപ്പളശ്ശേരി ഹെൽത്ത് സെന്റർ, അങ്ങനെ പോകുന്നു. ആഹാ, ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ? ഐ എം റിയലി ലക്കി. ഞാനും ലക്കിയാണെന്ന് തോന്നുന്നു. കാരണം ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ടീനമോളെ പറ്റി തന്നൊരു പിക്ചർ, ലൈക്ക് ദേശീയക്കാരിയാണ്, കുറുമ്പിയാണ്. പക്ഷെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് എന്തൊരു പാവം കുട്ടിയാണ്. പോയോ പൊട്ടി?
ബർഗറുമായി വന്ന ചേച്ചി താൻ ഓടിച്ചു വിട്ടു അല്ലേ? അവിടെ ഇരിക്കും. അമ്മ ചായ. ഇപ്പൊ തരാൻ ജർമ്മനി. എന്നാ പുറപ്പെടല്ലേ? ഡ്രസ്സൊക്കെ മാറിയില്ലല്ലേ? ഇനി ആ ബാഗും കൂടി എടുത്തു. നല്ല കാറ്റ് അല്ലേ? ചുട്ടുകൊള്ളുന്ന കാറ്റ്. എനിക്കിപ്പം അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല. ജസ്റ്റ് മിസ്സാ, അല്ലെങ്കിൽ ആ പട്ടി എന്നെ കൊന്നേനെ. ഗോപാൽജി ഒന്ന് ആലോചിക്കും, ഒരു നെക്ലസിന് വേണ്ടി എന്നെ വീണ്ടും കൊലക്കൊടുക്കും. നീയും മറ്റൊരു കാര്യം ആലോചിക്കും. ശത്രു സൈന്യത്തിൻ്റെ യന്ത്രത്തോക്കും ബോംബും അത് കണ്ട് ഇന്ത്യ പട്ടാളക്കാർ പേടിച്ചോടിയാൽ ഇന്ത്യയുടെ സ്ഥിതി എന്താവും? ഇതെത്രയോ നിസ്സാരം. ഒരു കുട്ടി, ഒരു പട്ടി, അത് നമുക്ക് ശരിയാക്കാം. നീ ആദ്യം കയറും. പെട്ടെന്ന് കയറ്. ഉച്ചയ്ക്ക് കുറച്ച് അവിയലുണ്ടാക്കട്ടെ മോളെ, കഴിക്കുമോ? എനിക്ക് ചപ്പാത്തിയും ചമ്മന്തി മതി. ചപ്പാത്തിയും ചമ്മന്തിയോ? കേൾക്കുമ്പോൾ ഒരു ചേർച്ച വേണ്ടേ മോളെ? എനിക്ക് അത്രയ്ക്ക് ചേർച്ചൊക്കെ മതി. ഗോപാൽജി പറഞ്ഞതൊക്കെ നുണയാണെങ്കിലും എൻ്റെ അവസ്ഥ ഏതാണ്ട് അതൊക്കെ തന്നെ. പട്ടി അഴിച്ചു വിട്ടാൽ ഞാൻ ഇനി ഓടും, പക്ഷേ ഒരു റബ്ബർ പന്തോട് ഞാൻ തിരിച്ചു വരും. അത്ര ഗതികേട്ടില്ല. ഇനി എത്ര പേര് മതിലയാടിയാലും ഞാൻ മിണ്ടില്ല. ശ്രുതി ചേച്ചി ഇനി മതിൽ ചാടാൻ വരൂല. അല്ല, വേറെ ആരെങ്കിലും മതിലയാടാൻ വരികയാണെങ്കിൽ വന്നോട്ടെ. പിന്നെ ഇവിടുത്തെ മതിൽ ചാടാൻ ആൾക്കാർ ക്യൂ നിൽക്കല്ലേ? അല്ല, എൻ്റെ ഭാഗത്ത് തീർപ്പൊന്നും ഉണ്ടായില്ല എന്ന് പറയുമായിരുന്നു. എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കണം. എങ്കിലൊരു കോംപ്രമൈസ്. നിങ്ങൾ ഓടിച്ചു വിട്ട ശ്രുതി ചേച്ചിയുടെ വീട്ടിൽ പോയി ബർഗർ വാങ്ങിച്ചു വരണം. ഇപ്പം തന്നെ, ഈ നിമിഷം തന്നെ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ആ അഡ്രസ്സ് ഒന്ന് വാട്സപ്പിൽ ഇട്ടാൽ മതി. പിന്നെ എൻ്റെ കാര്യം ഒന്ന് പട്ടിയോട് പറഞ്ഞേക്കണം. ബർഗർ ബർഗർ ബർഗർ. എന്ത് വേണം? ഞാൻ കിണുങ്ങാതെ കാര്യം പറയണം മിസ്റ്റർ. പിടിച്ചു പുറത്താക്കാൻ ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല. ആരംഭശൂരത്വം. ജോലി കയറുന്ന ആദ്യ ദിവസമായിരുന്നല്ലോ, അതുകൊണ്ട് പറ്റിയ തെറ്റാ. ഇത് പറയാൻ ഇവിടം വരെ വരണോ? ഒരു കത്തെഴുതി അയച്ചാൽ മതിയായിരുന്നു. ശ്രുതിയെ ഓടിച്ചതിന് പകരമായി അവിടുത്തെ പട്ടി എൻ്റെ പുറകെ ഓടിച്ചു. ഉള്ള ജീവൻ കൊണ്ട് ഞാൻ എൻ്റെ നാട് വരെ ഓടി. ബർഗർ കൊണ്ടുചെന്നില്ലെങ്കിൽ എൻ്റെ ജോലി പോകും. തൻ്റെ ജോലി പോയാൽ എനിക്കെന്താ? ഇവിടെ ബർഗറും മണ്ണാങ്കട്ടി ഒന്നുമില്ല. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ തീവണ്ടിയും തള്ളിയിട്ട സായിപ്പ്മാരോട് മഹാത്മാഗാന്ധി ക്ഷമിച്ചിരുന്നു. ഓ, എങ്കിൽ പിന്നെ മഹാത്മാഗാന്ധിയോട് ചെന്ന് പറ ബർഗർ തരാൻ. ആരാ മോളെ അത്?
ടീനമോളെ നോക്കാൻ വന്ന നേഴ്സാ അമ്മേ. എന്നിട്ട് ആണിന്റെ ശബ്ദമാണല്ലോ കേട്ടത്. ഞാൻ മെയിൽ നേഴ്സാണമ്മേ. അതെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. താനൊന്ന് പോകുന്നുണ്ടോ? ആരാ? ഞാൻ ബർഗർ. ഓ, ബർഗർ എന്നാണോ പേര്? ആ, കൊടുത്തു പറഞ്ഞാൽ വാങ്ങാൻ കൂടി വന്നത്. എന്തിനാ നിക്കുന്നത്? ഇരിക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ടാ. ഇയാളോട് പൊയ്ക്കോളം പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിക്കുന്നെന്നാ ചോദിച്ചത്. ഞാൻ ആകാശ്. ചോദിച്ചില്ലല്ലോ. അല്ല, താൻ ഇയാളെന്നൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടായിരിക്കാൻ പറഞ്ഞു. എന്നാൽ ആകാശ്, ബർഗർ ഉണ്ടാക്കാൻ മയണീസ് വേണം. തീർന്നു. മാത്രമല്ല, അമ്മ വീണ് കാലൊടിഞ്ഞ് കിടക്കുക. ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കണം. ചെയ്തോളൂ. ഈ പറഞ്ഞ സാധനം എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്ന ഞാൻ ഉപയോഗിക്കാറില്ല. തന്നെ ഉണ്ടാക്കണം. അതിന് സമയമെടുക്കും. എന്റെ പൊന്നു ശ്രുതി, എന്തൊക്കെ പറഞ്ഞാലും ബർഗർ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. എത്ര സമയം എടുത്താലും ഞാനോട് വെയിറ്റ് ചെയ്തോളാം. ഇതെന്തൊരു ശല്യാണ് ഈശ്വര. ബർഗർ എങ്ങനെയുണ്ട്? അടിപൊളി. മമ്മി എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുന്നത്? ഐ എം ഓക്കെ. എന്നുവെച്ച് രാവിലെ പറഞ്ഞതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് ഞാൻ പറയുക? അത് മമ്മിയുടെ ടെൻഷൻ കൊണ്ടല്ലേ മോളെ. അത് പിന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ എപ്പോഴും പുസ്തകം വായിച്ചും ആ കമ്പ്യൂട്ടർ നോക്കിയിരിക്കരുത്. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ എക്സസൈസ് ചെയ്യണമെന്ന്. കുറച്ച് നേരം ഒന്ന് നടന്നാലും മതി. പിന്നെ ആ ആകാശ്, അയാളെങ്ങനെയുണ്ട്? അടുത്തുണ്ടോ? ഒന്ന് കൊടുത്തേ. മമ്മി. ഹലോ മമ്മി. അല്ല മാഡം, ഇല്ലില്ല, ഞാൻ വളരെ സ്ട്രിക്റ്റാ. എന്തായാലും ഞാൻ വന്നതിന് ശേഷം ജങ്ക് ഫുഡ് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. ടീനമോൾ ഒരിക്കലിനോട് ചോദിച്ചു ബർഗർ വേണം. ഞാൻ പറഞ്ഞു അത് മാത്രം നടക്കില്ല. ആദ്യം കുറച്ച് ദേഷ്യപ്പെട്ടു, പിന്നെ അങ്ങ് ഇണങ്ങി. വെരി സ്വീറ്റ് ഗേൾ. ഇല്ലില്ല, അത് ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ. സമ്മതിച്ചിരിക്കുന്നു. എത്ര നന്നായിട്ടാ കള്ളം പറയുന്നത്. പിടിച്ചു നിൽക്കണ്ടേ? ശരിക്കും എനിക്ക് ബർഗർ അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ മമ്മി വേണ്ടാന്ന് പറയുമ്പോൾ വേണം തോന്നും. മമ്മിക്ക് വിഷമാവില്ലേ? ടീനമ്മക്ക് ഭയങ്കര തലവേദന. ഈ നേരം വരെ ഉറങ്ങിയിട്ടില്ല. 2 വട്ടം ഛർദ്ദിക്കുകയും ചെയ്തു. ഒന്ന് വന്നേ. തല പൊളിയതുപോലെ. അതെങ്ങനെയാ? ഈ നേരം വരെ ഈ കുന്തത്തിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ? പിന്നെ അങ്ങനെ തല പൊളിയാതിരിക്കും? ചേച്ചി ഒരു തുണി നനച്ചെടുക്കും നെറ്റിയിലിടാൻ. അപ്പൊ ഈ ബർഗർ ശരിക്കും പ്രശ്നമല്ലേ? പൊടി ചേച്ചിയോട് പറഞ്ഞ പറയണ്ട. അതിരിക്കണ്ട, വേറെ സ്ഥലത്ത് ഡ്രോയിലുണ്ട്. ഇനി കണ്ണടച്ച് ശാന്തമായി കിടന്നാൽ മതി. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഫ്രഷ് ആവും. അത് വേണ്ട. എന്നാ തുറന്നു വെച്ച് ബുക്കിംഗ് എടുത്ത് ഉറക്കം വരുന്നവരെ നോക്കാനാ. ഇതൊക്കെ ടീനമോള് വായിക്കുന്ന ബുക്കാണ്. ചിലതൊക്കെ. ഇതൊരു നല്ല നോവലാ, സാഡ് സൈപ്രസ്. ഞാനൊരു നല്ല നോവൽ വായിച്ചായിരുന്നു, കാട്ടാക്കട തങ്കപ്പൻ്റെ ചാക്കിലകപ്പെട്ട പൂച്ച. എന്ത് പൂച്ച? ചാക്കിലകപ്പെട്ട പൂച്ച. നല്ല ബെസ്റ്റ് പേര്. കഥയും നല്ലതാ. ഇന്നിപ്പോൾ കിടക്കണ്ടേ? വേണം നാളെ പറഞ്ഞുതരാം. നാളെ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? കോഴി ഓറായി. എന്നാ ഗുഡ് മോർണിംഗ്. ചേച്ചി ഇവിടെയാണോ കിടക്കുന്നത്? ആ, അകത്തോട്ടെന്നെ കേട്ടില്ലല്ലോ. പട്ടി അഴിച്ചു വിട്ടിരിക്കുക. പുറത്തോട്ടുള്ള വാതിലൊന്നും തുറക്കണ്ട ആകാശ.
ഈശോ. ഞാൻ കടയിൽ നിൽക്കുന്നുണ്ട്. എന്താ പച്ചക്കറി ഒന്നും വാങ്ങിച്ചില്ലേ? വാങ്ങാനല്ല, വിൽക്കാൻ വന്നതാ. ആ കറക്റ്റ്. ഞാനന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണല്ലോ. ഇഷ്ടം പോലെ പച്ചക്കറിയല്ലേ അവിടെ. ഞാൻ സത്യത്തിൽ ശ്രുതിയുടെ വീട്ടിൽ വന്ന് നന്ദി പറയാതിരിക്കുകയായിരുന്നു. ആ ഒരേ ഒരു ബർഗർ എന്നോട് പിടിച്ചു നിർത്തി. ഇപ്പം ഞാനും ടീനമോളും ഭയങ്കര ക്ലോസാണ്. എങ്ങനെയുണ്ട് അവൾക്ക്? ഒരു കുഴപ്പമില്ല, വെരി സ്മാർട്ട്. ശ്രുതിയുടെ അമ്മയ്ക്ക് എങ്ങനെ? ബെറ്റർ ആണ്. ഇന്നലെ ആരും പിടിക്കാതെ 6 അടി നടക്കുകയൊക്കെ ചെയ്തു. ആഹാ, ഒരു കാര്യം ചോദിക്കാൻ പറ്റുമോ? അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അച്ഛനെ കണ്ടില്ലല്ലോ. എങ്ങനെ കാണാൻ? ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അച്ഛൻ നേരത്തെ പോയില്ലേ? ഓ മൈ ഗോഡ്, ഐ ആം സോറി. ഒരു പരിചയമില്ലാത്ത ഒരാൾ മരിച്ചതിന് ഇത്രയും ഷോക്ക് എന്തിനാ? ശ്രുതിക്ക് അന്നുണ്ടായ ഷോക്ക് ആലോചിച്ച് ഞാൻ ഷോക്കായി പോയതാ. ശ്രുതിക്കറിയോ, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല. അച്ഛനെ പറ്റി ഇപ്പോൾ ആലോചിച്ചാലും എൻ്റെ കണ്ണ് നിറയും. എന്താ ചിരിക്കുന്നത്? ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചാർലി ചാപ്ലിനെ ആലോചിച്ചിരിച്ചതാ. ആ കോമഡി നടൻ. അതെ, ആ കോമഡി നടൻ ഒരിക്കൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു നല്ല തമാശ പറഞ്ഞു. ആളുകളൊക്കെ പൊട്ടിച്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അതേ തമാശ വീണ്ടും പറഞ്ഞപ്പോൾ അധികാരം ചിരിച്ചില്ല. പക്ഷെ ചാപ്ലിൻ വിട്ടില്ല. പുള്ളി 3ാമതും ആ തമാശ ആവർത്തിച്ചു. അപ്പം ആളുകൾ അസ്വസ്ഥരായി. അല്ലെങ്കിൽ ഒരു തമാശ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ചിരിക്കും? ഇത് തന്നെയാണ് ചാപ്ലിനും ചോദിച്ചത്. ഒരേ തമാശ വീണ്ടും വീണ്ടും പറയുമ്പോൾ ചിരിക്കാത്ത നിങ്ങൾ എന്തിനാണ് വേദനിപ്പിക്കുന്ന കാര്യം പിന്നെയും പിന്നെയും ആലോചിച്ച് വിഷമിക്കുന്നതെന്ന്? ചാപ്ലിൻ വെറും കോമാളി അല്ലല്ലേ, റിയൽ ജീനിയസ്. ചുരുക്കി പറഞ്ഞ അനിയൻ്റെ അനിയത്തിയുടെയും പഠിത്തം, അമ്മയുടെ ചികിത്സ, എല്ലാ ഭാരവും കൂടെ ശ്രുതി തനിച്ച്. ഭാരം തോന്നാൻ അവരാരും എന്റെ തലേ കയറിയിരിക്കുന്നില്ലല്ലോ. അതല്ല, ബർഗറും പച്ചക്കറികളും മാത്രം വിറ്റിട്ട് ചെലവുകളൊക്കെ നടക്കുമെന്ന്. അതെ, ജീവിക്കാൻ വലിയ ചെലവൊന്നുമില്ല ആകാശ്. നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാ ചെലവ് കൂടുന്നത്. ശ്രുതിമോളെ, ഏതാണ് ഇറക്കുമതി കാമുകൻ? ഞങ്ങളാരും നിനക്ക് പിടിക്കല്ലേ? കാമുകന്റെ മറ്റവൻ പന്നി നോക്കി പേടി. അവരൊക്കെ പലതും പറയും, കേൾക്കാത്ത മട്ടിൽ അങ്ങ് പോയാൽ മതി.